അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2023-24 വർഷത്തിൽ നടന്ന രണ്ടാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയിലെ അഖീദയുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ഈമാൻ, ഇസ്ലാം എന്നിവ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതാണോ ചേരുന്നത് അവ ചേർത്ത് എഴുതുക. നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യം 1. എല്ലാ ദിവസവും 5 നേരം നിസ്കരിക്കും. ഇത് ഇസ്ലാം കാര്യമാണോ ഈമാൻ കാര്യമാണോ? ഇസ്ലാം എന്നതാണ് ഉത്തരം. ചോദ്യം 2. അള്ളാഹുവിൽ വിശ്വസിക്കൽ ഇസ്ലാം കാര്യമാണോ ഈമാൻ കാര്യമാണോ? ഈമാൻ കാര്യമാണ്. ഈമാൻ എന്നതാണ് ഉത്തരം. ചോദ്യം 3. മുതലിൻ്റെ സക്കാത്ത് കൊടുക്കും. ഇത് ഇസ്ലാം കാര്യത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇസ്ലാം എന്നതാണ് അതിൻ്റെ ശരിയായ യോജിച്ചത് ചേർക്കേണ്ടത്. ചോദ്യം 4. അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ. ഇത് ഈമാൻ കാര്യമാണ്. ഈമാൻ എന്നതാണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 5. അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ. ഈമാൻ കാര്യമാണ്. ഈമാൻ എന്നതാണ് അതിന് ചേർത്ത് എഴുതേണ്ടത്. ചോദ്യം 6. റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കും. ഇസ്ലാം കാര്യമാണ്. ഇസ്ലാം എന്നതാണ് ഇതിൻ്റെ ശരിയായ ഭാഗം. ചോദ്യം 7. അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കൽ. ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് ഈമാൻ എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. ചോദ്യം 8. അവസാന നാളിൽ വിശ്വസിക്കൽ. ഈമാൻ കാര്യമാണ്. ഈമാൻ എന്നതാണ് അതിൻ്റെ ശരിയുത്തരം. ചോദ്യം 9. മക്കയിൽ പോയി ഹജ്ജ് ചെയ്യും. ഇസ്ലാം കാര്യമാണ്. ഇസ്ലാം എന്നതാണ് ഇതിൻ്റെ ശരിയായ ഭാഗം. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മതമാണ് ഇസ്ലാം. ഇവിടെ ഇസ്ലാം എന്നത് ചേർത്ത് പൂർത്തിയാക്കണം. ചോദ്യം 2. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. ചോദ്യം 3. ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങൾ. ചോദ്യം 4. അള്ളാഹുവിനെയല്ലാതെ യാതൊന്നിനെയും ആരാധിക്കാൻ പാടില്ല. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നമുക്ക് അർത്ഥമെഴുതാം എന്നതാണ്. ചോദ്യം 1. അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ അർത്ഥം നമ്മൾ എഴുതണം. എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. ചോദ്യം 2. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിൻ്റെ അർത്ഥം നമ്മൾ എഴുതണം. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. എന്ത് ഗുണം ലഭിച്ചാലും നാം പറയണം എന്ത്? എന്ത് ഗുണം ലഭിച്ചാലും നാം പറയണം എന്ത്? ഉത്തരം അൽഹംദുലില്ലാഹ്. ചോദ്യം 2. ഈമാൻ കാര്യങ്ങൾ പറയുന്നു ഏതിന്? ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? ഉത്തരം അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ 6 അവക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ 6 അവക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ചോദ്യത്തിൻ്റെ 5-ാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1. ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിച്ച് നമ്മൾ ആ ഭാഗം ഫില്ല് ചെയ്യണം. ചോദ്യം 1. ഈമാനുനാ ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വയൗമിത് തഹ്ലുക. ചോദ്യം 2. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനൽ
ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ. ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിച്ച് പൂർത്തിയാക്കുക എന്നതാണ്. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം നമുക്ക് പകർത്തി എഴുതാം എന്നതാണ്. ഇവിടെ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഭാഗം നമ്മൾ പകർത്തി എഴുതണം. 1 വിഷമിക്കുക, അതുപോലെ നമ്മൾ ഇടതു ഭാഗത്ത് എഴുതുക. ചോദ്യം 2 ഭക്ഷണം. 3 കൃഷി. 4 ആശ്വാസം. 5 ആരോഗ്യം. ഇവ നോക്കി വൃത്തിയായി എഴുതുക. പരീക്ഷയുടെ ചോദ്യങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി മാത്രം ഉത്തരം എഴുതുക. കൂടുതൽ പഠിച്ച് നന്നായി പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.